പാളയത്തുവയൽ ഗവൺമെന്റ് LP സ്കൂളിനോട് ഏറ്റവും വലിയ വെല്ലുവിളി എന്തെന്ന് ചോദിച്ചാൽ അവർ പറയും, റിസർവ് വനത്തിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന വിദ്യാലയത്തിന് കാട്ടാനകളുടെ മറ്റും ശല്യമുണ്ടാകുമെന്ന്. നമുക്ക് പരിചയപ്പെടാം. ദുർഘടപാതകൾ താണ്ടി വന്യജീവി ഭീഷണി അതിജീവിച്ച് വിദ്യ അഭ്യസിക്കാനെത്തുന്ന ഈ കൊച്ചു കൂട്ടുകാരെയും അധ്യാപകരെയും. ഗവൺമെന്റ് UP സ്കൂൾ പാളയത്തുവയലിന്റെ ആമുഖ ദൃശ്യങ്ങളിലേക്ക്. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ഇതൊരു കാനനോദ്യാനമാണ്. കണ്ണൂരിന്റെ തെക്കു കിഴക്ക് വയനാട് അതിർത്തിയിൽ കോളയാട് പാളയത്തുവയൽ ഗവൺമെന്റ് UP സ്കൂൾ. ബഹുഭൂരിപക്ഷം കുട്ടികളും ആദിവാസി വിഭാഗത്തിലെ കുറിച്യ സമൂഹത്തിൽപ്പെട്ടവരാണ്. ചരിത്രപരമായ വലിയൊരു നിയോഗം ഈ സ്കൂളിനുണ്ട്. കാടിന്റെ മക്കളെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് എത്തിക്കുക എന്ന ചരിത്ര ദൗത്യം. സ്കൂളിന്റെ മാതൃകാ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്? ഭൗതിക സാഹചര്യങ്ങൾ, പഠനാനുബന്ധ പ്രവർത്തനങ്ങൾ, അതുപോലെ ഭരണകാര്യക്ഷമത എന്നീ 3 വിഷയങ്ങളിലൂന്നിയാണ് ഞങ്ങൾ ഈ ഷോയിൽ പങ്കെടുക്കുന്നത്. ഇനി സ്കൂൾ പ്രതിനിധികളും ജൂറി അംഗങ്ങളുമായുള്ള ആശയവിനിമയമാണ്. ആദ്യമായി മീര മാം. സ്നേഹ, നമ്മളെ ഈ പഠന പ്രവർത്തനവും പഠനാനുബന്ധ പ്രവർത്തനവും രണ്ട് നിങ്ങളുടെ സ്കൂളിലുണ്ടോ? ഉണ്ട്. തമ്മിലുള്ള വ്യത്യാസം എന്താ അറിയോ? പഠന പ്രവർത്തനവും പഠനാനുബന്ധ പ്രവർത്തനവും എന്താ വ്യത്യാസം? ബിൻഷ മോൾക്കറിയാമോ? നമ്മൾ ഒരു കാര്യം ചെയ്യുന്നത് പഠനാനുബന്ധ പ്രവർത്തനം. ഏത് കാര്യം ചെയ്യുന്നത്? ഒരു പ്രവർത്തനം. ഏത് പ്രവർത്തനം? സ്കൂളിലൊരു വിഷയം തന്നിട്ട് ചെയ്യുന്നത്. അത് പഠനാനുബന്ധ പ്രവർത്തനം. പഠന പ്രവർത്തനം എന്താ? സ്കൂളിൽ നിന്ന് പഠിക്കുന്നത്. നിങ്ങളുടെ സ്കൂളിൽ എന്തൊക്കെ പഠനാനുബന്ധ പ്രവർത്തനങ്ങളുണ്ട്? ഫോർ ഫ്ലാൻഡ് എന്ന് പറഞ്ഞ ഒരു വിഷയമുണ്ട്. എന്ത് മോളെ? കേട്ടില്ല. ഫോർ ഫ്ലാറ്റ്. ഫോക്ക് ഡാൻസോ? പിന്നെ അടുത്തിരിക്കുന്ന മോള് പറയോ? അനു. ശാസ്ത്രമേള, കലോത്സവം, പിന്നെ 2 വർഷം മുമ്പ് ആരോഗ്യ എന്ന് പറഞ്ഞൊരു ഇതുണ്ടായിരുന്നു. അതോടനുബന്ധിച്ച് ഓരോ വിദ്യാർത്ഥിയുടെ വീട്ടിൽ 4 തരം കൃഷി ചെയ്യാൻ വേണ്ടി ഞങ്ങൾ പറയുകയും അങ്ങനെ എല്ലാവരും ചെയ്യുകയും ആദ്യം ആരോഗ്യം എന്ന് വെച്ചാൽ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഫോർ പ്ലാൻ എന്ന് പറഞ്ഞു. മോള് ഏത് പ്രവർത്തനത്തിലാണ് പങ്കെടുത്തത്? ഇത് 7ാം ക്ലാസ്സാണ് ചെയ്യുന്നത്. മോള് ചെയ്യുന്നില്ലേ ഇപ്പോൾ? പഠനാനുബന്ധ പ്രവർത്തനങ്ങളൊന്നുമില്ലേ 6ാം ക്ലാസ്സുകാർക്ക്? ഞാൻ നാടകത്തിന് എന്ത് നാടകം, മോണാക്ട്, കഥാ. ശരി. കലാമേളയ്ക്ക് പോയോ? സമ്മാനം കിട്ടിയോ? നാടകത്തിന് ഫസ്റ്റ്. ആണോ? അപ്പം നടിയാണ്. അത് ശരി, നടിയാണ്, മികച്ച നടിയാണ്. അപ്പോൾ ഹാർട്ടി കൺഗ്രാജുലേഷൻസ് ഫസ്റ്റ്. താങ്ക് യു. പിന്നെ അപ്പോൾ മറ്റെന്തൊക്കെ പ്രവർത്തനങ്ങൾ? നിങ്ങൾക്ക് ക്ലബ്ബുകളൊക്കെ ഉണ്ടോ? ഉണ്ട്. അഭിനന്ദ് പറയോ, എന്തൊക്കെ ക്ലബ്ബുകളുണ്ട്? മോൻ ഏത് ക്ലബ്ബിലാണ് പ്രവർത്തിക്കുന്നത്? മ്യൂസിക് ക്ലബ്ബ്. മ്യൂസിക് ക്ലബ്ബോ? മ്യൂസിക് എന്ന് പറഞ്ഞിട്ടൊരു ക്ലബ്ബുണ്ടോ? ഉണ്ട്. സ്പോർട്സ് ക്ലബ്ബിലൊന്നും പങ്കെടുക്കാറില്ലേ? ഇല്ല. സ്പോർട്സ് ക്ലബ്ബ് നിങ്ങളുടെ സ്കൂളിൽ എല്ലാവരും സ്പോർട്സിൽ പങ്കെടുക്കുന്ന സ്കൂളാണല്ലോ. എന്നിട്ടെന്താ 70% പേരാണ് സ്പോർട്സിൽ പങ്കെടുക്കുന്നത്. ഈ വന്നിരിക്കുന്നവരാരും സ്പോർട്സിൽ പങ്കെടുക്കുന്നില്ലേ? ഉണ്ടോ? സ്നേഹ ഉണ്ടോ? സ്നേഹ മത്സരത്തിനൊക്കെ പോകുന്നുണ്ടോ? അതോ സ്ഥിരമായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നൊക്കെ ഉണ്ടോ? എന്ത് കളിയാണ് കളിക്കുന്നത് സാധാരണ? സ്പോർട്സിൽ പങ്കെടുക്കുന്നതോ? റിലേ, ലോങ് ജമ്പ്, ഹൈ ജമ്പ്. വെരി ഗുഡ്. ഒരു ഇംഗ്ലീഷ് പോയം ആരാജില്ല? എന്നൊരു കാര്യം ചെയ്യൊരു മലയാളം കവിതയല്ലേ, അല്ലേ ഒരു ഹിന്ദി കവിത, എന്തെങ്കിലും ഒരു കവിത കേട്ടാ മതി ഞങ്ങൾക്ക്. മലയാളം റെഡിയായോ? അഭിനന്ദ്. ഇനിയുമൊരു അവതാരമുണ്ട്
ഇടയനായി തന്നെ ജനിക്കേണം. അകലയാ ഹസ്തിനപുരിയിലെ സഭകളിൽ അരജന്മാർ ചൂതു കളിക്കുന്നു. കളവായി കരുനീക്കാൻ വിരുതേറും ശകുനിമാർ കളിയിൽ ജയിച്ചിന്നു മാർക്കുന്നു. അരുതാത്തതൊക്കെയും പണയം വച്ചിടുവാൻ അവർ ധർമാത്മജനോടു കൽപ്പിക്കുന്നു. ശരി ശരി. പിന്നെ ഒരു കാര്യം, ഒരു കടങ്കഥ ചോദിക്കാം നിങ്ങളോട്. എല്ലാ സദ്യക്കും എന്നെ വിളിക്കും, ഉണ്ണാൻ നേരത്ത് എടുത്തു കളയും. അറിവേപ്പില. യെസ് യെസ്. പിന്നെ ചെടിയിന്മേൽ കായ്, കായിന്മേൽ ചെടി, കൈതച്ചക്ക. കൊള്ളാം. അക്കരെ വിളകിൽ തെക്കേ തൊടിയിൽ ചക്കര കൊണ്ടൊരു തൂണ്, തൂണിനകത്തൊരു നൂല്, നൂല് വലിച്ചാൽ തേന്. അങ്ങനെ വിടൂല നിങ്ങളെ ഞാൻ. ഒന്നുകൂടി പറ. അക്കരെ വിളയിൽ തെക്കേ തൊടിയിൽ ചക്കര കൊണ്ടൊരു തൂണ്, തൂണിനകത്തൊരു നൂല്, നൂല് വലിച്ചാൽ തേന്. തോറ്റോ തോറ്റോ തോറ്റോ? വേം പറ. ശരി, എന്നാ വേറൊന്ന് ചോദിക്കാം. അങ്ങേലെ ചങ്ങാതി വിരുന്ന് വന്നിരിക്കുന്നു, കായ്ക്കാത്തതിൻ്റെയും പൂക്കാത്തതിൻ്റെയും ഇല വേണം. അങ്ങേലെ ചങ്ങാതി വിരുന്ന് വന്നിരിക്കുന്നു, കായ്ക്കാത്തതിൻ്റെയും പൂക്കാത്തതിൻ്റെയും ഇല വേണം. ശരി. അല്ല. ഏതായാലും ഇതൊക്കെ എന്താണെന്ന് സ്കൂളിൽ പോയിട്ട് ആലോചിച്ച് കണ്ടുപിടിക്കുക. കൂടുതൽ നിങ്ങൾ കടങ്കഥയിൽ കുറച്ച് താല്പര്യമുണ്ട് നിങ്ങൾക്ക്, കൂടുതൽ സമ്പാദിച്ച് പഠിക്കുക കേട്ടോ. ബിൻഷ, നിങ്ങളുടെ സ്കൂളിൽ ഏറ്റവും ഇഷ്ടമുള്ളത് ഏതാ മോൾക്ക്? കമ്പ്യൂട്ടറാണോ ഏറ്റവും ഇഷ്ടം? ഒരാഴ്ചയിൽ എത്ര സമയം കമ്പ്യൂട്ടറിനൊപ്പം ചെലവഴിക്കാൻ പറ്റുന്നുണ്ട് ബിൻഷയ്ക്ക്? അങ്ങനെയല്ല, എല്ലാരും ചെയ്യുമ്പോ. എന്നാലും എത്ര പീരീഡ് ഉണ്ട് കമ്പ്യൂട്ടറിന്? അങ്ങനെ പീരീഡ് ഉണ്ടോ? ഉച്ച കഴിഞ്ഞ്. എല്ലാ ദിവസവും ഉണ്ടോ? ആഴ്ച 2 പ്രാവശ്യമോ? ആഴ്ചയിൽ ഒരു ദിവസം. ഓരോ ക്ലാസ്സിനും ഓരോ ദിവസം. ഓരോ ക്ലാസ്സിനും. സ്നേഹയ്ക്ക് സൈക്കിളുണ്ടോ? എത്ര ദൂരം നടന്ന സ്കൂളിലോട്ട് വരുന്നേ? 2 കിലോമീറ്ററോ? നിങ്ങൾ എങ്ങനെയാ വരുന്നത്? നടന്നാണോ വരുന്നത്? നടന്ന്. നിങ്ങളുടെ സ്കൂളിലോട്ട് വരാൻ ബസ് സൗകര്യങ്ങളോ വേറെ വാഹന സൗകര്യങ്ങളോ ഒന്നും ഇല്ലല്ലോ? ഇല്ല. എല്ലാ കുട്ടികളും നടന്നാണോ വരുന്നത്? അപ്പൊ ആർക്ക് സൈക്കിൾ ചവിട്ടി വരാൻ പറ്റുമോ? കാട്ടിക്കൂടെ പറ്റുമോ? ഒരുവിധം. പറ്റുന്ന കാര്യമാണോ അത്? സൈക്കിൾ ചവിട്ടി വരാൻ പറ്റുമോ? പറ്റത്തില്ല അല്ലേ? നടന്നു തന്നെ വരണം അല്ലേ? റോഡിൽ കൂടെ സൈക്കിൾ. റോഡിൽ കൂടെ വരുന്ന പിള്ളേരുണ്ടോ അതോ കാട്ടിക്കൂടെ വരുന്നവരാണോ കൂടുതൽ? കാട്ടിലോട്. അപ്പോൾ സൈക്കിൾ ഓടിക്കാൻ ബുദ്ധിമുട്ടല്ലേ? നിങ്ങൾ ഉച്ചയ്ക്ക് എവിടെ ഇരുന്ന് ആഹാരം കഴിക്കുന്നത്? ക്ലാസ്സിൽ തന്നെയാണോ? ഇരുന്ന് കഴിക്കാൻ വേറെ സ്ഥലമുണ്ടോ? 7ാം ക്ലാസ് വരെ ഓപ്പൺ ക്ലാസ് മുറി ഇരുന്നിട്ട്, ബാക്കിയുള്ളവർ അതേ ക്ലാസ്സിൽ ഇരുന്നിട്ട്. അപ്പം നിങ്ങൾ സ്കൂളിലൊരു ഫംഗ്ഷനൊക്കെ നടത്തുന്നത് എവിടെ വെച്ചിട്ടാണ് നടത്തുന്നത്? മീറ്റിംഗ് ഹാളുണ്ട്. എവിടെ? മീറ്റിംഗ് ഹാളുണ്ട് അല്ലേ? അപ്പോൾ നിങ്ങൾ ഈ വെള്ളമോ കുടിക്കാനുള്ള വെള്ളം നിങ്ങൾ 2 കിലോമീറ്റർ നടന്നു വരുമ്പോൾ വീട്ടിൽ നിന്നാണോ കൊണ്ടുവരുന്നത്? സ്കൂളിൽ വെള്ളമുണ്ടോ? സ്കൂളിലുണ്ട്. നല്ല വെള്ളം വീട്ടിൽ നിന്നും കൊണ്ടുവരും അല്ലേ? അപ്പം ഉച്ചഭക്ഷണത്തിന് എന്തൊക്കെ കിട്ടും? സ്കൂളിൽ നിന്ന് എന്തൊക്കെ കിട്ടും? മുട്ടയും പാലും ഒക്കെ ഉണ്ടോ? ഉണ്ടോ? പാല് കിട്ടുന്നുണ്ടോ? തിങ്കളാഴ്ചയും ബുധനാഴ്ച. അപ്പം മുട്ടയോ? മുട്ട വെള്ളിയാഴ്ച. ആണോ? അപ്പം നിങ്ങൾക്ക് ഈ ലാബുകളൊക്കെയോ? ലാബിനൊക്കെ സയൻസ് ലാബ്, ഗണിത ക്ലബിനൊക്കെ സ്ഥലമുണ്ടോ? സയൻസ് ലാബ് ഉണ്ട്. ലൈബ്രറിയും സയൻസ് ലാബ് ഒരു ഇതായിട്ട്. എത്ര പുസ്തകമുണ്ട് ലൈബ്രറിയിൽ? അപ്പോൾ 1500ഓളം. 1500 പുസ്തകങ്ങളാ? എന്നിട്ട് എല്ലാ ക്ലാസ്സിലും പുസ്തകം കിട്ടാറുണ്ടോ? ലൈബ്രറിയൻ ഉണ്ടോ അതോ ഏതെങ്കിലും ഒരു ടീച്ചറാണോ പുസ്തകങ്ങൾ തരുന്നത് നിങ്ങൾക്ക്? UP ക്ലാസ്സിനുള്ള ലൈബ്രറിയൻ ഉണ്ട്. നിങ്ങൾ UP അല്ലേ? അപ്പം നിങ്ങൾക്ക് ലൈബ്രറിയനാണോ തരുന്നത്? ആണോ? പിന്നെ വേറെ നിങ്ങളുടെ സ്കൂളിൽ എന്ത് വേണമെന്നാണ് നിങ്ങളുടെ ഒരു സ്വപ്നം? ആർക്കെങ്കിലും സ്കൂളിനെ കുറിച്ചൊരു സ്വപ്നം ഉണ്ടോ? എല്ലാ ക്ലാസ്സും സ്മാർട്ട് ക്ലാസ് റൂമാണ്. എല്ലാ ക്ലാസ്സും. എന്നിട്ട് നിങ്ങൾ പറഞ്ഞോ ഹെഡ് മാസ്റ്ററോട്? അപ്പം നിങ്ങളുടെ സ്വപ്നം എത്രയും വേഗം ഫലിക്കട്ടെ. കാട്ടാന ഓടിച്ചിട്ടുണ്ടോ എപ്പോഴെങ്കിലും? ഇല്ല, കാട്ടാനെ കണ്ടിട്ടില്ല. കാട്ടാനെ കണ്ടിട്ടുണ്ട് അല്ലേ?
ഇല്ല. കണ്ടിട്ടേ ഇല്ല? ഇല്ല. കാണണമെന്ന് ആഗ്രഹവും ഇല്ല. രാത്രി ആന വരിക. രാത്രിയിലേ ഇറങ്ങുള്ളൂ. ഒരു ധാരണയുണ്ട് ആനയായിട്ടല്ലേ? ആ, ശരി. ഈ നിങ്ങളെ കാട്ടിലെ എങ്ങനെയാ, നിങ്ങൾ സ്കൂളിലേക്ക് വരുന്ന കുട്ടികൾ കൂട്ടമായിട്ട് വരാനുള്ള സൗകര്യമുണ്ടോ? കൂടുതൽ പേര് അടുപ്പിച്ചടുപ്പിച്ച് താമസിക്കുന്ന വീടുകളുണ്ട് അല്ലേ? അവിടെ നിങ്ങൾക്ക് ഒന്നിച്ചിരുന്ന് പഠിക്കാനായിട്ട് എന്തെങ്കിലും സൗകര്യമുണ്ടോ? ഇപ്പോൾ വീട്ടിൽ എല്ലാവർക്കും ചിലപ്പോൾ പഠിക്കാനുള്ള സൗകര്യം ഉണ്ടാവില്ല. അങ്ങനെയുള്ളവർക്ക് ഒന്നിച്ച് കൂടി ഒരു സ്ഥലത്തിരുന്ന് പഠിക്കാനുള്ള സൗകര്യമുണ്ടോ? ഈ പഠന വീട് എന്ന് പറഞ്ഞാൽ ചില സ്ഥലങ്ങളിലൊക്കെ ഉണ്ട്. എവിടെയാ ഉള്ളത് മോനെ? സ്കൂളിൽ. സ്റ്റെബിൻ അല്ലേ? ആദ്യം വീടുകളിലും ചെയ്തായിരുന്നു. ആർക്കാ അറിയാവുന്നതിനെ പറ്റി? ബിൻഷയ്ക്ക് അറിയാമോ? അതിനെപ്പറ്റി സ്നേഹ കുട്ടപ്പാലത്ത് നടന്നായിരുന്നു. ഞങ്ങള് ഒരു ചേച്ചി സഹായിക്കാൻ വരുമായിരുന്നു. പിന്നെ അവിടുന്ന് ചെറിയ ചെറിയ കാര്യങ്ങളെല്ലാം ആ കാരണങ്ങളാൽ നമ്മൾ പരിഹരിക്കേണ്ടത് കേട്ടോ. നമ്മൾ ഭരണകാര്യക്ഷമത നിങ്ങളുടെ ഒരു സ്ട്രെങ്ത് ആയിട്ട് എഴുതിയിട്ടുണ്ട്. കാര്യക്ഷമത വരേണ്ടത് അതിലാണ്. ഈ പഠന വീട് എന്നുള്ള ആശയം പല രീതിയിൽ നടപ്പാക്കുന്നുണ്ട്. പല പഞ്ചായത്തുകളിലും നടപ്പാക്കിയിട്ടുള്ളത് ഇങ്ങനെ കുട്ടികളെ ഒരു 5-8 കുട്ടികളെങ്കിലും ഒന്നിച്ച് താമസിക്കുന്ന സ്ഥലത്ത് എല്ലാവർക്കും വീട്ടിൽ പഠിക്കാനുള്ള സൗകര്യം ഉണ്ടാവില്ല. അപ്പോൾ അവർക്ക് ഒന്നിച്ചിരുന്ന് പഠിക്കാനൊരു സ്ഥലം, അവിടെ ലൈറ്റ് ഉണ്ടെന്ന് ഉറപ്പുവരുത്തുക. ഈ ഒരു ഏച്ചി വന്ന് അവർക്ക് പറഞ്ഞു കൊടുക്കാനായിട്ട് അത് പഞ്ചായത്തിൻ്റെ പ്രോജക്റ്റ് ആക്കണം. നിങ്ങൾ പഞ്ചായത്തുമായിട്ട് സംസാരിച്ച്, അങ്ങനെ പല പഞ്ചായത്തുകളിലും ചെയ്യുന്നുണ്ട്. നിങ്ങൾ ഈ ഗ്രീൻ കേരള എക്സ്പ്രസ്സിൽ കണ്ടു കാണും. അത് ചെയ്യണം. അല്ലാതെ നമ്മൾ കുട്ടികൾക്ക് ഇങ്ങനെ സാമൂഹ്യ പിന്നോക്കാവസ്ഥയുണ്ട്, അതുകൊണ്ടാണ് ഒരു പഠനത്തിൽ പിന്നോക്കമാവുന്നതെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അത് പരിഹരിക്കാൻ എന്ത് ചെയ്യുന്നു എന്നുള്ളതാണ് നോക്കേണ്ടത്. ശരി, ഓൾ ദി ബെസ്റ്റ്. മിസ്റ്റർ ജയരാജൻ, ഹെഡ് മാസ്റ്ററോട് ചോദ്യം ചോദിക്കേണ്ടത്, നിങ്ങൾ ഇവിടെ ഈ ആശയവിനിമയ ശേഷി വർദ്ധിപ്പിക്കാൻ പ്രത്യേക പ്രവർത്തനം, ഗണിത ശേഷി വർദ്ധിപ്പിക്കാൻ പ്രവർത്തനം എന്നൊക്കെ ഉണ്ട്. അങ്ങനെ എന്ത് രീതിയിലാണ് നിങ്ങൾ പ്രവർത്തിപ്പിക്കുക, ഈ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്നത്? എങ്ങനെയാണ് പ്രത്യേക പ്രവർത്തനം? ക്ലാസ്സിൽ എടുക്കുന്നതല്ല, അതിനപ്പുറം എന്ത് ചെയ്യുന്നു? ആശയവിനിമയ ശേഷി വർദ്ധിപ്പിക്കാൻ ഈ ഭാഷയിൽ പ്രത്യേകിച്ചും ഒരുപാട് ഈ പാവനാടകം പോലെയുള്ള സംഗതികളൊക്കെ പ്രയോഗിക്കാറുണ്ട്. കുട്ടികൾക്ക് പൊതുവെ മടിയുള്ള കുട്ടികളാണ്. അപ്പോൾ ഈ ഒരു അരങ്ങിൽ വന്ന് പരിപാടികളൊക്കെ അവതരിപ്പിക്കാൻ പൊതുവെ മടിയുള്ള കുട്ടികളാണ് ഒരു ഭൂരിപക്ഷവും. അതുകൊണ്ട് തന്നെ ഈ പാവനാടകം പോലെയുള്ള സങ്കേതങ്ങളൊക്കെ ക്ലാസ് ഉണ്ട്. അത് കുട്ടികൾക്ക് നിർമ്മിക്കാൻ അറിയാം. അത് ഉപയോഗിച്ച് അത് 4ാം ക്ലാസ്സിൽ 3-4 ക്ലാസ്സുകളിലൊക്കെ തന്നെ ഈ ഗണിത കിറ്റ് എന്ന് പറയുന്ന ഒരു സംവിധാനം ചെയ്തിട്ടുണ്ട്. അഭിനന്ദേ, നിങ്ങൾ അച്ചടക്കമുള്ള കുട്ടികളല്ലേ? ആണല്ലോ. എന്താ അച്ചടക്കം എന്ന് പറഞ്ഞാൽ? എന്തുകൊണ്ടാണ് അങ്ങനെ പറയണേ നിങ്ങൾ അച്ചടക്കമുള്ള കുട്ടികളാണെന്ന്? ഞാൻ പറയട്ടെ എന്നാ കാരണങ്ങൾ. ഒന്ന്, മാഷ് പറയുന്നതൊക്കെ അതുപോലെ കേൾക്കും, ക്ലാസ്സിൽ മിണ്ടാതിരിക്കും അല്ലേ? ക്ലാസ്സില് മിണ്ടാതിരിക്കല്ല, പിന്നെ ക്ലാസ്സില് അധ്യാപകർ ഇല്ലാത്ത സമയത്ത് കുട്ടികളെല്ലാവരും ഓരോ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാറുണ്ട്. അപ്പോൾ അച്ചടക്കൽ എങ്ങനല്ലേ? കുട്ടികളില്ലാതെ മാഷില്ലാത്ത സമയത്ത് മിണ്ടാതിരിക്കല്ലേ വേണ്ടേ ക്ലാസ്സിൽ? മിണ്ടാതിരിക്കുള്ള ഒരു അച്ചടക്ക അല്ല. മാഷോട് ചോദ്യം ചോദിക്കാറുണ്ടോ? തെറ്റല്ലേ അത്? ചോദിക്കാറുണ്ടോ മാഷോട് ചോദ്യം? ഉണ്ട്. അപ്പം അച്ചടക്കമുള്ള കുട്ടികളല്ല ആണ് അല്ലേ? അപ്പം നമുക്ക് എന്താ അച്ചടക്കം എന്ന് അറിയാം അല്ലേ? ഞാനത് അറിയാൻ വേണ്ടി ചോദിച്ചതാണ്. ഗവൺമെന്റ് UP സ്കൂൾ പാളയത്തുവയലിന്റെ ഗ്രേഡ്സ് അറിയാനുള്ള സമയമാണ്. ഗവൺമെന്റ് UP സ്കൂൾ പാളയത്തുവയലിന് ജഡ്ജസ് നൽകിയിരിക്കുന്ന സ്കോർ 81.4 out of 100.